കൊപ്രപ്പിണ്ണൊക്കെ എന്താ വഴക്ക് പറയാത്തെ? വഴക്ക് ഒന്നുമില്ല. അല്ല എന്തുകൊണ്ടപ്പ വഴക്കൊക്കെ പറയണേ? പിണക്കാ? ഹായ്, എന്തുകൊണ്ടാ പിണങ്ങണേ? അതല്ല, എന്തോ പ്രശ്നമുണ്ട്. ഒഴിഞ്ഞു മാറി നടത്താം, വലിയ ഗൗരവം. ഡാൻസ് ക്ലാസ് കഴിയുമ്പോ വരാറുള്ളതാണല്ലോ. ഇപ്പൊ കാണാനേ ഇല്ലെന്ന് പറഞ്ഞ പോലെയാ. എന്താ? ഇങ്ങനെയൊക്കെ വരാനും കാണാനും വഴക്കടിക്കാനും നമ്മള് തമ്മിൽ എന്തുട്ടാ ബന്ധം? ഒന്നുമില്ല. ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആലോചിക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ലേ? ഞങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. കോളേജിൽ പഠിത്തം, ഡാൻസ്, തറവാട്, പണം, മൂരിനെ നോക്കണേ, ചക്കാട്ടണേ കൊപ്രപ്പിണ്ണാക്ക ആരാ? നീ അങ്ങോട്ട് വിളിച്ചോട്. എന്തുകൊണ്ടപ്പം ഞാൻ ദേഷ്യം പിടിക്കണേ? ദേഷ്യം പിടിച്ച കൊപ്രപ്പിണ്ണാക്ക് പിണ്ണാക്കല്ലാണ്ടാവോ? മാറിയെടുക്കണു. ശരിയെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പോഴല്ലേ മനസ്സിലായേ. പക്ഷെ ആന്റപ്പൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആരില്ലാണ്ടായ പോലെ തോന്നിയത്, അറിയോ? കാര്യം കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ എന്തിനാ കരയണേ? എന്ത് ബന്ധമുണ്ടെന്നപ്പോ ഞാൻ പറയാ? കൊപ്പരപ്പിണ്ണാക്കിന്ന് വല്ലപ്പോഴും വിളിക്കണ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. ഇടയ്ക്കൊക്കെ വിളിച്ചോളൂ കേട്ടോ. ഞാനങ്ങോട്ട് വരായിരുന്നു. ചേട്ടായി ഒരു കാര്യം പറയണ്ടായിരുന്നു. ഒരു ബിസിനസ് കാര്യാണേ. എന്താ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ചേട്ടായി അറിഞ്ഞാ നമ്മുടെ പട്ടാളം പറഞ്ഞ സ്ഥലം വിട്ടു. കിട്ടേണ്ടത് കിട്ടിയപ്പോ പോകേണ്ടവർക്ക് പോവാലോ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞൊരു വരവ് വരും. അത് സ്ഥിരം പതിവാ. ഈ വിരല് മടക്കി പിടിക്കണം. ഞാനിപ്പോ വരാട്ടോ. ചേട്ടത്തിയാരെ കേക്കണ? കുറച്ച് ചക്കര അങ്ങോട്ട് വീശപ്പോ ഏറെ പിടിച്ചിരുന്നങ്ങോട്ട് അളവിച്ചു. നിനക്കത് നേരത്തെ ചെയ്യാറുന്നില്ലടാന്ന്. എന്നാ പിടിച്ചോ. റേഷൻ കാർഡ്, മണ്ണെണ്ണ പെർമിറ്റ്, കരണ്ട് കാർഡ്. ഇനി ഒരു വീശും കൂടെ അങ്ങോട്ട് വീശിയ ഈ വകുപ്പിനൊക്കെ നമ്മുടെ പഠിക്കൊക്കെ കെട്ടിടാം. പക്ഷെ കന്നാലോട് ഇതിലും ഭേദട്ടാ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ട് ആന്റപ്പൻ എന്താ കിട്ടണേ? ഇതിപ്പോ എന്തുട്ടാലും കിട്ടാനാ ആളോട് ഉപകാരം ചെയ്യണേ. ഈ ആന്റപ്പൻ ആരുമില്ലേ? പിണ്ണാക്ക്, കൊപ്ര പിണ്ണാക്ക. പിന്നെ ഇങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ആവശ്യമാണെന്ന് കാണുമ്പോ തന്നെ ഇവിടെ തണവാ. ആന്റപ്പൻ ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? പൊന്നുപോലത്തെ ഒരു ഇളയപ്പനുണ്ടല്ലോ. പിന്നെ ഞങ്ങളും. ഈ ചേച്ചിയാ അങ്കിളിനെ കൊപ്രപ്പിണ്ണാക്കേന്ന് വിളിക്കണേ. ചിലതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേണ്ട കുട്ടികളെ, ഓരോ മോഹങ്ങളും നേടുമ്പോ അതിനൊപ്പം വലിയ വെല്ലുവിളി ഉണ്ടാവും. നിങ്ങൾക്കൊന്നത് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്റെ ക്ലാസ് മുടക്കാനുള്ള ഇട വരുത്തരുത്. ആളുകളെ കൊണ്ട് പറയിപ്പിക്കോ? ഉണ്ടല്ലോ. ഒരു വാക്കിങ് പറഞ്ഞ നാളേക്ക് നാളെ എത്തിക്കാലോ. 3000 രൂപ ആദ്യം കേടു, പിന്നെ 50 രൂപ ഇൻസ്റ്റാൾമെന്റ് അടച്ച് ടോട്ടല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിറ്റേലും ഫ്രീ ആയിട്ട് കൊണ്ടരട്ടെ. ഹൈ, ഈ ചേർത്തേരെന്തൊന്നും മിണ്ടാത്തേ. വരുന്നു, നേരിട്ട് ചോദിച്ചോളൂ. അച്ഛാ, ഇൻസ്റ്റാൾമെന്റ് അങ്ങനെ ടിവി അഡ്ജസ്റ്റ് ചെയ്യത്രേ. വാങ്ങാ. നമുക്ക് ടിവി വാങ്ങച്ചാ. എനിക്ക് ക്രിക്കറ്റ് കാണണം. ഇക്കാലത്ത് ടി വി ഇല്ലാത്ത വീട് കാണാൻ പറ്റില്ലേ? കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ നാളെ കൊണ്ട് ഫിറ്റ് ചെയ്യാല്ലേ. 3000 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. താൻ മനുഷ്യനെ വെറുതെ വിടില്ലല്ലേ? ഇപ്പൊ വേണ്ട. കാശ് ഇപ്പൊ ആരാ ചോദിച്ചേ? ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്യും. കാശ് മറ്റന്നാളോ പിറ്റന്നാളോ തന്നാ മതിയെന്ന്. എവിടുന്നാ ഇപ്പൊ ടി വി ഒക്കെ വാങ്ങാൻ കാശ് രഘുട്ടാ? വേറെ എന്തൊക്കെ വാങ്ങാനുണ്ട് നമുക്ക്? ശരിയാണ്, പക്ഷേ കുഞ്ഞിന്റെ കിങ്ങിയുടെ സന്തോഷം കണ്ടോ? അതല്ലാതെ നമുക്ക് വേറെന്താ ഉള്ളത്? കാശൊക്കെ എങ്ങനെയും ഉണ്ടാക്കാം. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പും ഒന്നിച്ച് ജീവിച്ചിണ്ടാവുന്ന തോന്നേ. അല്ല, രണ്ടാളുടെ ജീവിതം ഒരുപോലെ ഉണ്ടേ. ചക്കിന് ചുറ്റും
തിരിയന്നെ എന്തൊരു സുഖമുള്ള ജീവിതല്ലേ. ചിരിക്കല്ലേ വലിയ രസല്ലേ ഏട്ടാ കള്ളി. കൊപ്രപ്പിണക്കേ നെയ്യ വിളിച്ച ഓരോ തോന്നല്ലേ. കൊപ്രപ്പിണക്കേ കൊപ്രപ്പിണക്ക് പോവാ. കൊപ്രപ്പിണ്ണാക്ക് ആരാ പറടി ആരാന്ന്. എന്റെ ആ, എന്റെ പറഞ്ഞൂടങ്ങട്ട്. ഉം, എന്റെ ആ എന്റെ പെൻ പോയി. യഗോ യഗോ നീ ഇങ്ങോട്ട് വന്നേ. എന്താ എന്ത് പറ്റി ചാക്കുണ്ണിയേട്ടാ? അതൊന്നും പറയണ്ട ഇഷ്ട. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ. എന്താ കേട്ടിട്ട് പയക്കൊന്നും വേണ്ട. സംഗതി ആകെ പ്രശ്നമായിണ്ട്. കാര്യം പറ. കർത്താവ് കഴിഞ്ഞു തരുന്നത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കിട്ടിയിടപ്പ വാങ്ങി വെക്കുകയും ചെയ്തു. വന്നിണ്ട് മനസ്സിലായ കാലം വന്നിണ്ടെന്ന്. രാഘവൻ നായരേ തൃത്തല്ലൂര് ഗോഡൗണിൽ അരി ഇറക്കാറുണ്ട് ഇഷ്ട. ജീപ്പാ കൊണ്ടാ നിർത്തി അങ്ങോട്ട് പൊട്ടിക്കാനാ തുടങ്ങി. ഞാനായിട്ടാ നിന്നെ കൊണ്ടുപോയെന്നും ഇപ്പൊ കൊണ്ടുവന്നെന്നും ആരോ വെച്ച് കൊടുത്തിരിക്കണു. യൂണിയൻകാരുള്ളോണ്ട് ഒരു പൊടിക്ക് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞാ മതി. മോനെ രക്ഷയ്ക്ക് വല്ലതും കരുതിക്കോട്ടോ. ആ പന്നി രണ്ടും കെട്ട ഇറക്കിറങ്ങിയിരിക്കണേ. എനിക്കിപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് പോണേ ചരക്കെടുക്കാൻ്റെ. സൂക്ഷിച്ചോട്ടെ മോനെ.